എന്തൊക്കെയുള്ളതെന്ന് പറയും. യെസ്, വാട്ട് ഈസ് ദിസ്? ചിക്കൻ കറി. ഓക്കെ. പിന്നെ കപ്പ. വേറെ എന്ത്? പഴംപൊരി, പൂഴാറ്റ. യെസ്. വരൂ വരൂ വരൂ. ബാക്കിയുള്ളവരെവിടെ? നോമ, ബാക്കിയുള്ളവരല്ലേ എവിടെ? എവിടെ ബാബല്ല എവിടെ? എന്താ അത്? പേഞ്ചീർപ്പാ? പേഞ്ചീർപ്പ് ചിക്കി എടുത്ത് വാങ്ങിട്ട് വന്നതാ? നിന്നെ എടുക്കണ്ടല്ലേ? അത് കൂട്ടാവണം. മാവി വളരെ ഒരു വയ്യാണ്. ആയിരം പേര് ഒരുമിച്ച് വന്നാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പകരമാവില്ല എന്ന് പറയണത് എത്രത്തോളം ശരിയാണല്ലേ. നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് നമുക്കും നമ്മുടെ മക്കൾക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് സ്നേഹപ്പൊതികളുള്ള വലിയൊരു എന്താ പറയുക പൊതിയായിട്ടായിരിക്കും അവർ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഇത് അമ്മ ഉണ്ടാക്കിയ ക്യാരറ്റ് കേക്കാണ്. പാവം ഇന്നാള് മുല്ലയും മക്കളും വന്ന സമയത്ത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തരാത്തത് കാരണം ഞങ്ങൾക്ക് ഇത് കേക്കൊക്കെ ഉണ്ടാക്കി വന്നതാണ്. അമ്മ അങ്ങനെയാണ്, അവരെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മക്കൾക്കും മുല്ലക്കും മക്കൾക്കും എത്തിക്കും. സനുവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലേ. ആ ഒരു സ്നേഹം നമുക്ക് വേറെ ആരടുത്തു നിന്നും കിട്ടൂല. നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും നമ്മുടെ കൂടപ്പിറപ്പിൽ നിന്നും കിട്ടുന്ന സ്നേഹം അത് കണ്ടാണ് നമ്മുടെ മക്കളും നാളെ അവരെ കൂടപ്പിറപ്പിനെ എങ്ങനെ സ്നേഹിക്കണമെന്നും നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ കെയർ ചെയ്യണം, സ്നേഹിക്കണം എന്നൊക്കെ നമ്മളുടെ ഓരോ പ്രവൃത്തി കാരണമാണല്ലേ നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിട്ട്. ഇരുന്ന് അച്ഛനും അമ്മയും സനുവും ദീപിയും ദർശവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അവരെ കൂടെ തന്നെ ആ വണ്ടിയിൽ റാമും വാവയും കയറി ഇരുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായി പോണം എന്ന് പറഞ്ഞ് ഞാൻ ഓരോന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയതാണ്. വെക്കേഷൻ ആക്ടിവിറ്റി ചെയ്ത് നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് അവരാഗ്രഹിച്ച പോലെ തന്നെ സ്കൂളിൽ റോഡ് പണി കാരണം ഒരാഴ്ച കൂടെ അവർക്ക് നീട്ടി കിട്ടിയിരിക്കുന്നു. 8-ാം തീയതിയാണ് അവരുടെ സ്കൂള് തുറക്കുന്നത്. അപ്പം കൃത്യസമയത്ത് തന്നെ അവരിന്ന് വന്നതുകൊണ്ട് എന്തായാലും ആ വണ്ടിയിൽ കയറിയിരുന്നു. പിന്നെ പോകാന്ന് പറഞ്ഞാൽ പോകാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെ വണ്ടിയിൽ കുത്തി നിറച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും അവർക്കൊന്ന് അവിടെ എത്തിയാൽ മതി. മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടാണ് പോകുന്നത്. ഡ്രസ്സൊന്നും മാറിയില്ല. ഒരു നല്ല ഡ്രസ്സ് എടുത്ത് കൈ പിടിച്ചു എന്ന് പപ്പ പറഞ്ഞപ്പോൾ അതും കൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കുക രണ്ടുപേരും. കണ്ണനും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അമ്മയും പപ്പയോടെ ഒറ്റയ്ക്കായി പോകും, അതുകൊണ്ട് മോന് നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞ് കണ്ണനെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പം കണ്ണന് എന്തായാലും ഓക്കെയാണ്. പോണേ പോകാം, പോണ്ടേ പോണ്ട എന്നുള്ളതാണ്. അവന് പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയും പപ്പയും ഒറ്റക്കായത്